ലച്ചു ആ ഫ്രിഡ്ജിനകത്ത് ക്യാരറ്റിങ് എടുത്തേ. ലച്ചു നിന്നോടാ പറഞ്ഞത്. அம்மா லெச்சு ஏதோ சீரியஸான வேலை செஞ்சுட்டு இருக்காமா. நான் எடுத்து கொடுக்கவா? വേണ്ട, ഞാൻ എടുത്തോളാം. കണ്ട, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിനാണ് ലച്ചു ലച്ചു കിച്ചു എന്നും പറഞ്ഞ് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ എല്ലാം അറിയുന്നുണ്ടല്ലയോ? ലച്ചേ, നീ പൊളിക്കാണില്ല. എന്താണ് എന്താണെന്നാ അമ്മ ഇതൊന്നും കാണില്ലേ? എന്തോന്ന്? അമ്മ ലച്ചു സിദ്ധും കൂടി ഇന്നലെ പാർട്ടിക്ക് പോയില്ലേ? അതിന്റെ ഫോട്ടോസ് ഫുള്ള് ലച്ചു സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ഇടുന്നുണ്ട്. അത് ഞാൻ കണ്ടായിരുന്നു. அது நானும் பார்த்தேன். ரொம்ப சூப்பரா இருந்தது. ഇച്ചിരി നേരം കൂടെ വെയിറ്റ് ചെയ്താ ഇനിയും ഫോട്ടോസ് വരും. ഇനിയുണ്ടോ? പിന്നെ എന്റെ അമ്മായി എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് എപ്പോഴും ചൊറിഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ എന്തൊക്കെ ചോദിക്കുന്ന അറിയോ? സിദ്ധു വന്നിട്ട് നിങ്ങൾ എവിടെ പോയില്ലേ? ട്രിപ്പ് പോയില്ലേ? അവിടെ പോയില്ലേ? ഇവിടെ പോയില്ലേ? എന്താ റിവെഞ്ചാടാ? റിവെഞ്ച് ഒന്നുമല്ല, പക്ഷെ നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുമ്പോഴേ ചില ആൾക്കാർക്ക് കുരുവൊക്കെ അങ്ങോട്ട് പൊട്ടും. നിനക്കങ്ങനെ കുരുപൊട്ടാറുണ്ടോ? എനിക്കങ്ങനെ പൊട്ടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇതൊക്കെ ഒരു ഫണ്ണല്ലേ അമ്മായി? പക്ഷെ ലച്ചുവേ, നീ ഇത്രയും ഫോട്ടോസും സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് സിദ്ധു ഒരെണ്ണം പോലും ഇട്ടില്ലല്ലോ. അവനിട്ടില്ല ഇതുവരെ. അവനിട്ടില്ലേ ഇതുവരെ? അവന് ബുദ്ധിയുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തിനാ വെറുതെ നാട്ടുകാരെ അറിയിക്കുന്നേ? അതെന്തോന്ന് വർത്താനോ അമ്മ? നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ നാട്ടുകാർ അറിയണം ഈ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ വഴിയാണ്. ഫോർ എക്സാമ്പിൾ, അമ്മയുടെ വീട്ടിൽ പണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മ കല്യാണ ആൽബോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് നടന്നതിന്റെ ആൽബോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കൂലേ? അത് കാണിച്ചു കൊടുക്കും. അപ്പൊ അമ്മയ്ക്കൊരു സന്തോഷം കിട്ടൂലേ? സന്തോഷാവും. അത്രേ ഉള്ളൂ. ഇപ്പൊ നടക്കണ കാര്യങ്ങൾ അപ്പോഴപ്പോഴും സ്റ്റാറ്റസ് ആ സ്റ്റോറി ഇടും. ആൾക്കാർക്ക് വീട്ടിൽ വന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ. എന്തേ, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ലച്ചു, നീ പൊളിക്കും മുത്ത്. പിന്നല്ല, അല്ലെങ്കിൽ ഞാൻ വിളിക്കും. എന്താ ലച്ചൂസേ ഇങ്ങനെ നോക്കണേ? സ്റ്റാറ്റസ് ഇട്ടോ? അയ്യോ, ഞാൻ മറന്നുപോയി. എന്റെ സിദ്ധുവേ, ഇങ്ങനെയൊക്കെ മറക്കാൻ പാടുണ്ടോ? ഇത്രയും ഫോട്ടോസ് ലച്ചു സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ ഇട്ടിട്ട് ഒരെണ്ണം ഇടാത്ത മോശമായി പോയിട്ടാ. അതല്ലമ്മായി, ഞാൻ അങ്ങനെ സ്റ്റാറ്റസ് ഒന്നും ഇടാറില്ല പൊതുവെ, അതുകൊണ്ടാ. മോൻ ഇഷ്ടമില്ലാത്ത ഒന്നും മോൻ ചെയ്യണ്ട. ഞങ്ങളുടെ കാര്യമല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം. ആണോ? ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ ചെയ്യിപ്പിക്കരുതെന്നാ ഭരണഘടന പറഞ്ഞിട്ടുള്ളത് അല്ലേ കനകം? அது எனக்கு தெரியாதம்மா. സ്റ്റാറ്റസ് ഇടുന്നുണ്ടോ ഇല്ലയോ? ലച്ചൂസ് പറഞ്ഞാ ഇടാം. ഇപ്പൊ ഇട്. ഇപ്പൊ ഇടണോ? 4 ഫോട്ടോ ഇടാം. ലച്ചൂസ് പറഞ്ഞാ പിന്നെ ഞാൻ കേൾക്കാതിരിക്കൂ. ഇത് വേണം. ഇത് ഏത്? ഇത് ഇത് പിന്നെ ഇത് എല്ലാം വേണോ? എല്ലാ സാധനം 4 ഫോട്ടോ ഇല്ലേ? 4ലും 4 വേണം. ഓക്കെ. 1 ഹാർട്ട്, 2 3 4 ഇട്ടിട്ടുണ്ട്. ഇതാണ് ഈ വീടിന്റെ കുഴപ്പം. ചെറിയ കാര്യങ്ങൾക്കൊക്കെ അങ്ങ് വലിയ വിഷയം ഉണ്ടാക്കി കളയും. പോട്ടെ. എന്തോ നോക്കി പിടിപ്പിക്കുന്നു.